നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കെ.ടി. വിനോദ് കൃഷ്ണൻ. ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിൻ്റെ ആവശ്യം എന്താണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അത് ദഹിച്ചു കഴിഞ്ഞ് പാനീയങ്ങളും ദഹിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രക്തത്തിലേക്ക് കയറുകയും പിന്നീട് അത് നമ്മുടെ ശരീരത്തിൽ മൊത്തം എത്തിച്ച് കൊടുക്കുന്നത് ഈ രക്തത്തിലൂടെയാണ്. ഈ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയം എന്ന മോട്ടോർ ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് 4 കള്ളികളുണ്ട്. മുകളിൽ 2 അടിയിൽ 2. അപ്പോൾ ഇതിൽ ഇടതുവശം എന്ന് പറയുന്നത് ശുദ്ധമായ രക്തവും വലതുവശം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡുള്ള അശുദ്ധ രക്തവുമാണ്. ശുദ്ധരക്തത്തിൽ ഓക്സിജൻ ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. ഈ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ മോട്ടോർ പമ്പ് ചെയ്യുമ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മോട്ടറിൽ ആ വെള്ളം പമ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് കിണറിൽ നിന്ന് വെള്ളം വരുന്നതിന് ഒരു പൈപ്പും അത് കഴിഞ്ഞ് മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പമ്പിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ഒരു പൈപ്പും ഉണ്ടായിരിക്കും. ഇങ്ങനെ 2 പൈപ്പുകളായിരിക്കും. പക്ഷേ ഇവിടെ ഹൃദയത്തിൽ അങ്ങനെയല്ല. ഒറ്റ മോട്ടർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടർ തന്നെ ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള ശുദ്ധരക്തം പമ്പ് ചെയ്യുമ്പോൾ വലത് ഭാഗത്തുള്ള അശുദ്ധ രക്തം പമ്പ് ചെയ്യുന്നതും ഒറ്റ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ്. അത് ദൈവത്തിൻ്റെ ബുദ്ധിയാണ് അവിടെ കാണുന്നത്. 2 മോട്ടോർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടില്ല. മാത്രമല്ല ഈ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കിഡ്നി 2 ഉണ്ട്, ലങ്സ് 2 ഉണ്ട്. അതുപോലെ തന്നെ ലിവർ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് വലിയ ഒരു ആണ്. അതിൻ്റെ 10% ഉണ്ടെങ്കിൽ പോലും ലിവറിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഹൃദയം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഇത്രയും ഭാഗത്തേക്ക് രക്തമെത്തിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് ഒരു വളരെ കമ്പാരിറ്റീവ്ലി അതിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ഇനി നമുക്ക് എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്ന് നോക്കാം. സാധാരണ രീതിയിൽ ഈ പമ്പ് ചെയ്യുന്ന രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് രക്തം എത്തിക്കുന്നത് 2 രക്തക്കുഴലുകളുണ്ട്. അതായത് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് പോകുന്ന കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന വലിയ രക്തക്കുഴലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അതേ ഹൃദയത്തിലേക്ക് 2 രക്തക്കുഴലുകൾ പോകുന്നുണ്ട്. ഇതിനെ കൊറോണറി ആർട്ടറി എന്ന് പറയും. സാധാരണയായിട്ട് ഇത് അടഞ്ഞു പോകുകയും ഭാഗികമായോ പൂർണ്ണമായോ അടഞ്ഞു പോകുന്ന കണ്ടീഷനിൽ ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ അത് കിടന്ന് ജർക്ക് ചെയ്ത് ആ ജർക്കിങ്ങിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ അത് മരണമുണ്ടാക്കാം. അതല്ല, അത് ഭാഗികമായിട്ടാണെങ്കിൽ ചിലപ്പോൾ തലച്ചോറിൽ പ്രശ്നങ്ങളുണ്ടാക്കാം, ഒരു സൈഡ് കുഴഞ്ഞു പോകാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ വരാവുന്ന മറ്റ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. വളരെ സങ്കടകരമായി പറയാവുന്നത് ഈ മരണം സംഭവിച്ചില്ലെങ്കിലും മറ്റ് കോംപ്ലിക്കേഷൻ കാരണം രോഗി. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തന വൈകല്യം പെട്ടെന്നോ അല്ലെങ്കിൽ കാലക്രമേണ സംഭവിച്ച് അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ നിലച്ചു പോകുന്നതിന് കാരണമാകുന്നതാണ്. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സിവിയർ ആയിക്കഴിഞ്ഞാൽ ഇത് മരണത്തിനുണ്ടാക്കാം. ഇനി ഇതിൻ്റെ കാരണങ്ങളാണ്. സാധാരണ ഇതിൽ പ്രമേഹം ഇതിലൊരു വലിയൊരു കാരണമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് കൊളസ്ട്രോളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പുകൾ അടിഞ്ഞ് കൊളസ്ട്രോൾ പോലെയുള്ള സംഭവങ്ങൾ അടിഞ്ഞ് അത് കൊറോണറി ആർട്ടറിയിൽ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രമേഹം ഉണ്ടാവുക, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക, മാത്രമല്ല വ്യായാമം കുറയുക, അതുപോലെ തന്നെ ടെൻഷൻ കൂടുക, ഉറക്കക്കുറവ് വരിക. ഇത്തരം കണ്ടീഷനിൽ സാധാരണയായിട്ട് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സാധനം. ഈ ഹാർട്ട് അറ്റാക്കിന് നമ്മൾ നാടൻ ഭാഷയിൽ വേണമെങ്കിൽ ഹൃദ്രോഗം, ഹൃദയത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേമിലാണ് നമ്മൾ പറയുന്നത്. അതേസമയത്ത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുക. അത് ഹാർട്ട് അറ്റാക്ക് അല്ല, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം പാടെ നിലച്ച് പിന്നെ നിൽക്കുകയും അത് മരണത്തിന് കാരണമാകുന്ന ഒരവസ്ഥയുമാണ്. ഇതാണ് ഇത് തമ്മിലെ വ്യത്യാസം. ഇനി ഇതിൻ്റെ സാധാരണയായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ, ഭക്ഷണത്തിലുള്ള തെറ്റായ കുറേ ഇതുണ്ട്. നമ്മൾ വാരി വലിച്ച് തിന്നുക, ഒരു ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം കഴിക്കുക, പാനീയങ്ങൾ കൂടുതലായി കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിയായ വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ഉറക്കമൊഴിക്കേണ്ടി വരിക. ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്.
ബീഡി വലി അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ തീവ്രമായ മദ്യത്തിൻ്റെ അമിതോപയോഗം, പിന്നെ കൃത്യനിഷ്ഠയില്ലാത്ത ജീവിത രീതികൾ, ഇതെല്ലാം തന്നെ സാധാരണ രീതിയിൽ ഹൃദ്രോഗം എന്ന് പറയുന്ന, അതുപോലെ ആ അനാവശ്യമായ ടെൻഷനുകളും ആദികളും അതുപോലെ തന്നെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളും വന്നു കഴിഞ്ഞാൽ തന്നെ ഹൃദ്രോഗം എന്ന് പറയുന്ന ഒരവസ്ഥ വരും. വേറെ ഒന്ന് ആലോചിക്കേണ്ടത്, പാരമ്പര്യം ഇതൊരു ഘടകമായതുകൊണ്ട് മുമ്പ് ആർക്കെങ്കിലും ഫാമിലിയിൽ പൂർവികർക്ക് ഹൃദ്രോഗം ഉണ്ടായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരു പ്രാവശ്യം ഹൃദ്രോഗം വന്നതിന് ശേഷം രക്ഷപ്പെട്ടവർ വീണ്ടും അത് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. ഇതെല്ലാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാരം നിയന്ത്രിക്കുക എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കാനുള്ള ഒരു പ്രധാനമാണ്. കൃത്യമായ വ്യായാമം ഉണ്ടായിരിക്കണം. അതിന് പുറമെ നമ്മൾ ആയുർവേദത്തിലൊക്കെ നിർദ്ദേശിക്കുന്ന പോലെ മരുന്നുകൾ കൃത്യമായി കഴിച്ച് അല്ലെങ്കിൽ വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയോ കൃത്യമായ ഔഷധ സേവയിലൂടെ ഹൃദ്രോഗം എന്ന് പറയുന്നതിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും കൂടി ശരിയാക്കാൻ പറ്റും. ഇതാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.